നമസ്കാരം. മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ 2026 മാർച്ചിനുള്ളിൽ തുടച്ചു നിൽക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിനാണ് അമിത്ഷായുടെ പ്രതികരണം. മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായുമായും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായും സംസ്ഥാനത്തെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തെന്നും അമിത്ഷാ വ്യക്തമാക്കി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റുകളുള്ളത് ഛത്തീസ്ഗഡിലും ഒഡീസ മേഖലയിലുമാണ്. മാവോയിസ്റ്റുകളോട് കീഴടങ്ങാനും അടുത്ത 2 മാസത്തിനുള്ളിൽ പുതിയ കീഴടങ്ങൽ നയം കൊണ്ടുവരുമെന്നും അമിത്ഷാ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനാധിപത്യത്തിന് ഭീഷണിയായാണ് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെന്നും 10,000 ജീവനുകൾ ഇതുവരെ പൊളിഞ്ഞതായും അമിത്ഷാ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 2004 മുതൽ, അതായത് 2004 കണക്കെടുത്തു കഴിഞ്ഞാൽ 2004 മുതൽ 2014 വരെയുള്ള കാലത്ത് നക്സൽ പ്രവർത്തനങ്ങളിൽ 53% ഇടിവുണ്ടായെന്ന് അമിത്ഷാ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന് കിട്ടിയ പുതിയ ഒരു കണക്ക് പ്രകാരമാണത്. ശക്തമായ ഇടപെടലിലൂടെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് അന്തിമ പ്രഹരം നൽകേണ്ട സമയമാണിതെന്നും ഷാ വ്യക്തമാക്കി. രാജ്യത്ത് നിന്ന് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെ തുടച്ചു നീക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണെന്നും കഴിഞ്ഞ വർഷം ഡിസംബറിൽ അമിത്ഷാ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അന്തർ സംസ്ഥാന ഏകോപനവും ഇടതുപക്ഷ തീവ്രവാദ സാഹചര്യവും സംസ്ഥാനത്തെ ഇടതുപക്ഷ തീവ്രവാദ ബാധിത പ്രദേശങ്ങളിലെ സുരക്ഷയും വികസനവും അവലോകനം ചെയ്യാൻ യോഗങ്ങൾ നടത്തിയതിനു ശേഷമാണ് അമിത്ഷായുടെ ഈ പരാമർശം എന്നത് ശ്രദ്ധേയമാണ്. നക്സൽ വിരുദ്ധ അന്തർ സംസ്ഥാന ഏകോപന യോഗത്തിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്, ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേഹ, ചീഫ് സെക്രട്ടറിമാർ, പോലീസ് മേധാവികൾ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാം തവണയും അധികാരത്തിലെത്തിയാൽ ഛത്തീസ്ഗഡിൽ 3 വർഷത്തിനുള്ളിൽ നക്സലിസം ഇല്ലാതാകുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അമിത്ഷാ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ജനുവരിയിലാണ് അവസാന അവലോകന യോഗം ചേർന്നത്. ഇതിനുശേഷം സുരക്ഷാ സേനയും രഹസ്യാന്വേഷണ ഏജൻസികളും സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുകയാണ് യോഗം ലക്ഷ്യമിട്ടത്. സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2023 ഡിസംബർ മുതൽ ഈ മാസം വരെ 104 വെടിവെപ്പുകളിലായി 147 മാവോയിസ്റ്റുകളാണ് സുരക്ഷാ സേന വധിച്ചത്. 723 നക്സലേറ്റുകളെ അറസ്റ്റ് ചെയ്യുകയും 622 പേർ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു. രാജ്യത്ത് ഛത്തീസ്ഗഡിലും ഒഡീസയിലും ത്രിപുരയിലും ആന്ധ്രാപ്രദേശിലും കർണാടകയിലും അടക്കം മാവോയിസ്റ്റുകളുടെയും നക്സലുടെയും ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നക്സലുകളുള്ളത് വയനാട്ട് മേഖല കേന്ദ്രീകരിച്ചാണ്. വയനാട്ടിൽ കാടുകളിൽ നക്സലുകളുടെ ഒരു സാന്നിധ്യം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ എല്ലാം തന്നെ 2026, അതായത് ഇനി ഒരു വർഷത്തിനകം, 1.5 വർഷത്തിനകം ഇവരെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാർ, അതായത് അമിത്ഷായുടെ നേതൃത്വത്തിൽ, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പുതിയ പദ്ധതിയുമായി അമിത്ഷാ തന്നെ രംഗത്തേക്ക് ഇറങ്ങുന്നത്, ഒരു പുതിയ മിഷനുമായി അമിത്ഷാ രംഗത്തിറങ്ങുന്നത് ഇതുകൊണ്ട് തന്നെയാണ്.